വയസ്സിൽ കോട്ടൊക്കെ അവിടെ ഏതെങ്കിലും പോടുന്നു ഒരു കഥ. തോറ്റാലില്ലേ, തോറ്റാൽ ബെസ്റ്റ് ഓഫ് 3 കളിക്കാം. മോള് ബാ, ബെസ്റ്റ് ഓഫ് 3 കളിക്കാൻ തോറ്റാല്. പൂക്കാന്റെ മോള് ബാ. എന്തൊക്കെയാണ് വിശേഷം? സുഖം? അറിയില്ല. നാട്ടിലൊക്കെ സുഖാണോ? ലുപ്പു, നമുക്ക് ബെസ്റ്റ് ഓഫ് 3 കളിക്കാം. നീ ബെസ്റ്റ് ഓഫ് 3യും ബെസ്റ്റ് ഓഫ് 5 കളിക്കാം. ആദ്യന്റെ പണിഷ്മെന്റ് അങ്ങ് എടുക്കും. നീ വലിയ നമ്പർ ആക്കരുത്. ഓക്കെ, നീ തരികടാണ് നിർത്തി. ഫസ്റ്റത്തെ പണിഷ്മെന്റ് ആദ്യം മര്യാദക്ക് എടുക്കും. മര്യാദക്ക് പണിഷ്മെന്റ് എടുക്കും. ഓക്കെ, പിന്നെ അത് കിട്ടാൻ എന്റെ സൈന്യം കിട്ടുന്നില്ല. നീ ഇങ്ങനെ കൈകിന്ന് വൈദ്യ വീണ് പോകാം. ലാസ്റ്റ് സെക്കൻഡ് വൈദ്യ വീണ് ഒരു കളി കിട്ടാൻ വേണ്ടി കുറെ കാത്തേക്കുന്നു. മെന്നാന്നൊരു പണിഷ്മെന്റ് പൈരിക്കുന്ന പാട്ട് പാടിയിട്ട് ആ പെണ്ണിനെ കണ്ട് ഓളം കാണുന്നില്ല. അവൻ മുങ്ങിന് ഒരു കഥ. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടവാ റിവെഞ്ച്, എനിക്കിഷ്ടവാ സത്യമായിട്ട് എനിക്കിഷ്ടവാ, അതെനിക്കിഷ്ടവാ. ഒന്നാമത്തെ പണിഷ്മെന്റ് നീ എനിക്ക് തന്ന 2 മുട്ട അല്ലേ, 3 മുട്ട. അവിടെ ഇരുന്നിട്ട് ക്യാമറ മറ്റേ ചങ്ങായിനെ പിടിക്കണം. നീ മുട്ട പൊട്ടിച്ചിട്ട് ഇങ്ങനെ വായിൽ വയ്ക്കണം, അല്ലാതെ ഗ്ലാസ്സിൽ വെച്ച് കുടിക്കാൻ പാടില്ല. മുട്ട പൊട്ടിക്കാൻ ഇങ്ങനെ കുടിക്കാം. 3 മുട്ട. നീ 2 തന്ന് 3. എങ്ങനെ കുടിക്കണോ? ക്യാമറ പറഞ്ഞുതരാം. ഒറ്റയടിക്ക് കുടിച്ചിരിക്കണോ? ഒരാൾ എടുക്കൂല, ആടെ വെക്കും. പറഞ്ഞുതരാം, കറക്റ്റ് പറഞ്ഞുതരാം. വേറൊരാള് ക്യാമറ പിടിക്കുക, ഈ മുട്ട എടുക്കുക, ഇങ്ങനെ പൊട്ടിച്ച് കുടിക്കുക. ഗ്ലാസ് വെച്ച് കുടിക്കണ്ട. 3. ഓക്കെ, 3 പറ്റില്ല. ഒരു കുറവില്ല. 3 മുട്ട. നീ എനിക്ക് 2 തന്നെയാണ്. ഓക്കെ, 3 മുട്ട, അതിലൊരു കുറവില്ല. ഓക്കെ, 3. പിന്നെ രണ്ടാമത്തെ പണിഷ്മെന്റ് ഇന്റെ ടേബിളിന്റെ മുകളിൽ 2 ആപ്പിൾ വെക്കുക. ഒരു പ്ലേറ്റിൽ. സിമ്പിൾ പണിഷ്മെന്റ്. 2 ആപ്പിൾ വെക്കുക. ഇന്റെ കൈ ബേക്കിൽ കെട്ടിയിടണം. അത് നമുക്ക് കാണണം. കെട്ടിയിട്ട് നമുക്ക് കാണണം. ടോപ്പിൽ ഇന്റെ കൈ കെട്ടിയിട്ട് നമുക്കിവിടെ കാണണം. എന്നിട്ട് കെട്ടിയിട്ട് വേറെ ആൾ ക്യാമറ വിട്ടിട്ട് നീ ബായോണ്ട് മാത്രം കഴിക്കുന്നത്. സോപ്പാൻ മേക്കില്ല കാണാൻ. നീ എനിക്ക് തന്ന പണിഷ്മെന്റ് നീ ഷോപ്പിലാവുമ്പോ അങ്ങനത്തെ പണിഷ്മെന്റ് നമുക്കും തരണം. നീ എനിക്ക് തന്ന പണിഷ്മെന്റ്. ഓക്കെ, 3ാമത്തെ പണിഷ്മെന്റ് ഒരു ഭാഗത്ത് ഫുള്ള് കർപ്പം കഴിച്ചു കിട്ടോ. അതാണ് തന്ന പണിഷ്മെന്റ് 3. നീ പണിഷ്മെന്റ് അതിന് ഞാൻ ചോദിച്ചു. ഞാൻ എടുക്കും. കറുപ്പേക്കാൻ ഇടുന്ന കറുപ്പില്ല. കറുപ്പ് വാങ്ങിക്കോ. സൂപ്പർ മാർക്കറ്റ് വാങ്ങിക്കോ. സൂപ്പർ മാർക്കറ്റ് വിട്ടു. അത് മറ്റേതാന്ന്. വേറെ പറയാം. 3ാമത്തെ മാറ്റി ഇതിന്റെ മാറ്റം. നീ എന്നാ ചോദിച്ചാ മര്യാദക്ക് പണിഷ്മെന്റ് തരുമ്പോ 2 ഓപ്ഷൻ ഉണ്ടല്ലോ. ബാക്കി 2 നടത്തോ. അല്ലേ വേണ്ട, ഒന്നും വേണ്ട. 3 പണിഷ്മെന്റ്. ഹലോ, എക്സ്ക്യൂസ് മീ. 3ാമത്തെ സിമ്പിൾ പണിഷ്മെന്റ്. ഒരു വെരി സിമ്പിൾ പണിഷ്മെന്റ്. 3ാമത്തെ സിമ്പിൾ പണിഷ്മെന്റ് എന്നാന്നറിയാം? നമ്മളെ കൺമുമ്പിൽ വെച്ചിട്ട് 2 പൊറോട്ട കല്ലിന്റെ മുകളിൽ പൊറോട്ട ചൂടണം. ഒരു മകളുമില്ല. എനിക്ക് തരാൻ പറ്റിയ എനിക്ക് തന്ന പണിഷ്മെന്റേ തന്നുള്ളൂ. പൊറോട്ട ഇടുന്നത് ഇങ്ങനെ മുട്ടണോ, എന്നിട്ട് പെരട്ടണോ, എന്നിട്ട് ഇങ്ങനെ അടിക്കണോ, എന്നിട്ട് ഇടണോ, എന്നിട്ട് വെളിച്ചെണ്ണാക്കണോ, എന്നിട്ട് തിരിച്ച് മത്തിടണോ, എന്നിട്ട് അടിക്കണോ, എന്നിട്ട് അവിടെ വെക്കണോ, എന്നിട്ട് ആ പൊറോട്ട നീ തിന്നു വെച്ചോ. 2 കലാസ്. ഷോപ്പായിട്ട് ബന്ധപ്പെട്ട ഉപ്പു എനിക്ക് ചൊടിച്ചിട്ട് പോയാലും ഷോപ്പായി ബന്ധപ്പെട്ടൊന്നും ചെയ്യില്ല. വേറെ പറയാം. ഷോപ്പ് കളിക്കുന്ന ഷോപ്പൊന്നല്ലേ? അപ്പൊ ഷോപ്പിൽ പണിഷ്മെന്റ് ആരും കാണുന്നില്ല. പൊട്ട പാട് കാണുന്നില്ലാടാ. നീ അങ്ങനെ പാട് കാണുന്നില്ലേ? വേണ്ട, ഫുഡ് കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. അങ്ങനത്തെ പരിപാടിയേ വേണ്ട. ആളിന് കാണുന്നില്ലേ? അന്നേരം മലയാളം പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? ഞാൻ ഒരു കാര്യം വേണ്ടോട്. മലയാളമല്ല, തെലുങ്ക്, ഇംഗ്ലീഷാലും നീ ഇങ്ങോട്ട് വന്ന പണിഷ്മെന്റ് 2 മുട്ട. 3 മുട്ടയ്ക്ക് 3 കഴിച്ചു. 3 മുട്ട തീർന്നില്ലേ? മുട്ടയില്ല. പച്ചമുട്ട കുടിക്കണം. മുട്ട കുടിക്കുന്നതാ പറ്റൂലേ? ഒറ്റ മുട്ട. 3 മുട്ട ഒരു കോംപ്രമൈസ് ഇല്ല. 3 മുട്ട. നീ 2 മുട്ട എനിക്ക് തന്നത്. ഓക്കെ, എന്നിട്ട് ഇതോടെ എനിക്ക് മര്യാദ പണിഷ്മെന്റിലേക്ക് മാറണം. അല്ലെങ്കിൽ നീ സ്ട്രോങ് ആണെങ്കിൽ ഞാൻ ഒരു ദിവസം ജയിക്കും. ഞാൻ തരൂ. എന്റെ പിള്ളേർ കട്ട സ്ട്രോങ്. ഇതൊന്നല്ല, എന്റെ പിള്ളേർ ആരുടെ ജോയിന്റ് ആയിട്ടില്ല.
അന്റെ ജായിയോ ടീക്കോ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ജോയിന്റ് ആയിട്ട് കാണാം. ഇതിനെക്കാട്ട് അപ്പുറം നടക്കൂ സംഭവം. അതുകൊണ്ട് മോള് പണിഷ്മെന്റ് എടുക്ക്. നേർക്ക് അങ്ങ് നേരെ സ്നേഹിച്ച കിഡ്നി തരും. കിഡ്നി ചട്ടിയാക്കും. 2 മുട്ട 3 മുട്ട മുട്ട അറിയില്ല. മുട്ടയുണ്ട്. ഒരു കോംപ്രമൈസ് ഇല്ല. ഒരാൾ ക്യാമറ പിടിക്കണം. നീ കഴിക്കുമ്പോ ഒരാൾ ക്യാമറ പിടിക്കണം. ഒരു കോംപ്രമൈസ് ഇല്ല. ഞാൻ ഇന്നലെ പറഞ്ഞു മുട്ട എനിക്ക് തരല്ലേ. ഞാൻ തിന്നും. ഞാൻ പറഞ്ഞു മുഖത്തുകാരി ഞാൻ തേക്കും. ഞാൻ തേക്കും. മുട്ട ഞാൻ തിന്നും. ഇപ്പൊ മുട്ട ടാങ്കിടാ. എന്തെങ്കിലും ആവോ മുട്ട? മുട്ട ശരിക്കും കാണിക്കും. മേത്തല്ലാട്ടോ, കുപ്പാത്തിലെല്ലാം ആണോ പൊട്ടിച്ച് മേത്തലിലാണ്. ഒരു പോന്നില്ലല്ലോ. എനിക്ക് ഇഷ്ടമാ മുട്ടായി തരും. നിങ്ങൾക്ക് പേരക്കുട്ടായി എന്നാലും ഞാൻ ആപ്പിൾ മുട്ടായി തരും. നീ എനിക്ക് മിക്സ് മുട്ടായി എന്നാലും ഞാൻ എനിക്ക് തൊണ്ടക്കോലിന്റെ മുട്ടായി തരും. തൊണ്ട കുടുന്ന മുട്ടായി. 3 മുട്ട നീ എനിക്ക് 2 തന്നോണ്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തരും പണിഷ്മെന്റ്. ഒന്ന് പുതിയ തരും. ഞാൻ 5 വിചാരിച്ചേ. നീ 2 3 എടുക്കാതെ എന്നിട്ട് പറയാ പറഞ്ഞ അങ്ങനത്തെ. ഇതിന്റെ ചെറിയ കുട്ടിയാ, 3ാം ക്ലാസ്സിലെ കുട്ടിയാ. എന്റെ മൊഞ്ചമ്മക്ക് കാണണ്ട. അല്ല ഒരു കഥ. എന്റെ മൊഞ്ചമ്മക്ക് കാണണ്ട. മുട്ട എടുക്കും. അച്ഛ മുട്ട കൊടുക്കും. ഓക്കെ പൊളിച്ച് നിപ്പൂ കാണാ കളിക്കണേ. ശരിക്കും പൊട്ടിച്ച് ഫുള്ളാനും കൊടുക്കണേ. ഒരു കാര്യം പറയാ. പൊട്ടിച്ചിട്ട് പൈസ പുറത്തു പോയാലും കൂട്ടൂലേ? ഫുള്ളായിട്ട് കുടിക്കണോ? പൊട്ടിക്ക്. മദ്യന് പൊറ്റൊന്നും ഇപ്പൊ നമുക്കറിയില്ല. ജീവിതത്തിൽ തിന്നിട്ട കളിക്കാലോ. ജീവിതത്തിൽ തിന്ന് 3 മുട്ട. നീ എനക്ക് പിന്നോളെ മര്യാദക്കാൻ പറഞ്ഞു മുട്ട 2 തിന്നോണല്ലേ? 3 അങ്ങ് തിന്നു മോള്. 3 തിന്നു. ഒരു ഡിസ്കൗണ്ട് ഇല്ല. എന്താക്കണ്ട? മുട്ട കവൊന്നുമില്ല. മുട്ട ഫസ്റ്റൊന്നുമില്ല. കോയിന്റെ സത്യം വരുന്ന മുട്ട ഫസ്റ്റില്ല. മുട്ട തോട് കഴിക്കണ്ട. ഒഴിക്കാൻ പാടില്ല. ഗ്ലാസ്സിൽ വെച്ച് കുടിക്കാൻ പാടില്ല. അങ്ങനെ കുടിക്കണം. ഗ്ലാസ്സിൽ വെച്ച് കുടിക്കാൻ പറ്റൂല. ഇത് ഫുള്ള് കാമ്പൊക്കെ. ഓക്കെ അനക്കറിയുന്നില്ലടാ ഇത് കുടിക്കാൻ. കുടി ഭർത്താൻ തത്തു. കുടി പോകല്ലേ. ഞാൻ മുട്ട പുറത്തു വന്നു. വേ കുടി. ഒറ്റ വലിക്ക്. വയാനി സെറ്റ്. ഒറ്റ വലിക്ക് കുടി. അങ്ങോട്ട് മാറും. അങ്ങോട്ട് മുട്ട കാണി. തോട് കാണിക്ക്. ഓക്കെ. 2 കൂടി കുടിക്കും. 3 കറക്റ്റ് കുടിക്കണം. എന്നിട്ട് മേലെ ഇങ്ങനത്തെ പണിഷ്മെന്റ് തരാൻ പാടില്ല. ഒന്ന് ഓക്കെ. കുപ്പല്ലേ. 1 ഓക്കെ. 2 3 ഉപ്പാത്തിലേക്ക് മുട്ട മണക്കട്ടെ എല്ലാവർക്കും. ഇങ്ങനെ നോക്ക്. അത് പച്ച മുട്ട കോയിന്റെ ഏർന്ന വരുന്നേ. പച്ചെടുത്ത് കുടിക്കുന്നത്. 3 മുട്ട. ഒരു ഡിസ്കൗണ്ട് ഇല്ല. കുടിക്കും. 3 മുട്ട മോളെ. 3 മുട്ട. നോ ഡിസ്കൗണ്ട്. കുടി. നോ. അതെനിക്ക് ഇഷ്ടമല്ല. നേർക്ക് നേരെ നുപ്പൂക്ക. അതെനിക്ക് ഇഷ്ടമല്ല. എന്നോട് ഞാൻ പറഞ്ഞു. എനിക്കറിയുന്ന മലയാള രീതി ഞാൻ പറഞ്ഞു. നുപ്പൂക്ക പറഞ്ഞു എനിക്ക് നിനക്ക് തന്നിരിക്കും. അത് 1 ഇഞ്ച് കൂടും. നാളെ നിനക്ക് 10 മുട്ട തരും. ഏതെങ്കിലും ദിവസം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ 25 മുട്ട തിരിക്കും. ആയി ഇപ്പൊ 3 എടുക്ക്. കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഡിസ്കൗണ്ട് ആക്കാന്ന് ചോദിച്ചാ. ഇനി 3 എടുക്ക്. തുപ്പല്ലേ? മുട്ട തിന്നാ തുപ്പാൻ പാടില്ലേ? ഫുള്ള് തിന്നണം. ഓക്കെ. തുപ്പാൻ പാടില്ല. അടുത്ത ഫുള്ള് ഇറക്കണം. അടുത്ത അങ്ങോട്ട് പോകാൻ പാടില്ല. അടുത്ത നിൽക്കണം. ഒരു കഥ. പിന്നെ അങ്ങോട്ട് പോകാൻ പാടില്ല. അടുത്ത നിൽക്കണം. ഓക്കെ ആയിക്കോട്ടെ. മുട്ട എടുക്ക്. ഇങ്ങനെ കാണിക്കണ്ടേ?
കാണിക്കണം കൂടുതൽ ആർക്കും നിൽക്കുകയും ചെയ്യണം. ഞാൻ മെന്നാന്ന് നല്ല അറിയാവുന്ന മലയാളത്തിൽ പറഞ്ഞു പോരാ. ഞാൻ പറഞ്ഞു ഒന്ന് മതി പോരാ, രണ്ടെണ്ണം നിർബന്ധമായിട്ട് കുടിക്കണം. ഞാൻ പറഞ്ഞു മോളെ വിളെ സമയമുണ്ട്, ദിവസങ്ങളുണ്ട്, സാരില്ല സമയം എനിക്ക് കൊണ്ട് ഞാൻ മുട്ട നാറി നാറി കുടി. വരുന്നില്ലടാ ഇത് ഇതെന്നിങ്ങനെ കുടിക്കാതെ നല്ല സ്മെല്ലും ഉണ്ടാ മുട്ട. നീ രാത്രി വെള്ളത്തിൽ ആരും കിടന്നുറങ്ങാൻ നിൽക്കണ്ട, മുട്ട വന്നാൽ ഫുള്ള് കുടിക്കും. പണിഷ്മെന്റ് എടുക്കാണില്ല, എന്റെ കളിക്ക് പണിഷ്മെന്റ് എടുക്കലുണ്ട്. അത് മുങ്ങലില്ല. പോലെ ഇറക്ക് അടക്ക് ഇറക്കിക്കില്ല കാണിക്കണം. അല്ലാതെ പോണ്ട. കാണിക്കാം എന്റെ ലൈഫിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞ കൊല്ലത്തും കിട്ടും. ഓക്കെ, എന്നോട് മര്യാദക്ക് മലയാള ഭാഷയെ പറഞ്ഞു. നീ അത് ഷോപ്പിൽ എഴുതി, ഞാൻ അങ്ങനത്തെ പണിഷ്മെന്റ് എടുക്കും. മേത്തോർക്ക് കൈ കിട്ടെ കൈ 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 വൃത്തി കൈ